നമസ്കാരം സുഹൃത്തുക്കളെ. വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസ. ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്തേ ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി? ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി. ഉഫ്, അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാൻ കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ എന്ന പരിപാടി? ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. അല്ല, ഹസ്ബൻഡ് വന്നു പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. ശരി. രണ്ടുപേർ തമ്മിലുള്ള ഫോൺ സംഭാഷണം അത് പുറത്താക്കിയത് മൂന്നാമതൊരാളല്ല, ആ രണ്ടുപേരിൽ ഒരാൾ തന്നെയാണ്. എന്തിനായിരിക്കും അത് പുറത്താക്കിയത്? തന്നോട് സംസാരിച്ച ആളുടെ സ്വഭാവം എന്താണ് എന്ന് മറ്റുള്ളവർ, ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം, അല്ലേ? അപ്പോൾ എന്താണ് സംഗതി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അമ്മ എന്ന സിനിമാ സംഘടന അതാകെ ചീഞ്ഞ് നാറ് നിൽക്കുകയാണ്. നമ്മൾ സാധാരണ രീതിയിൽ ട്രോളൊക്കെ ചെയ്യാറുണ്ട്, ഈ കുടുംബശ്രീ അയൽക്കൂട്ടത്തിനെയൊക്കെ ട്രോൾ ചെയ്യാറുണ്ട്. പക്ഷേ അവിടെ പോലും കാണാത്ത തരത്തിലുള്ള അങ്ങേയറ്റം ചീഞ്ഞളിഞ്ഞ കഥകളും മറ്റുമൊക്കെയാണ് അമ്മ സംഘടനയോട് ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. അക്കൂട്ടത്തിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അഡ്ഹോ കമ്മിറ്റിയുടെയൊക്കെ അധ്യക്ഷനായിരിക്കുന്ന, താൽക്കാലികമായിട്ട് അധ്യക്ഷനാക്കി വെച്ചിരിക്കുന്ന രമേശ് പിഷാരടി എന്ന വ്യക്തി, അദ്ദേഹം ഈ പ്രശ്ന പരിഹാരത്തിനായിട്ട് ശ്വേതാ മേനോൻ എന്ന തന്നേക്കാൾ വളരെ സീനിയറായിട്ടുള്ള സിനിമ താരത്തോട്, നടിയോട് സംസാരിക്കുന്ന ആ ഓഡിയോ ആണ് നിങ്ങൾ കേട്ടത്. അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം നല്ല അടുത്ത സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഇച്ചിരി എരിവും പുളിയോട് സംസാരിക്കാം, ദ്വയാർത്ഥമൊക്കെ പറയാം. അവിടെ അതിനകത്ത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇയാൾ സംസാരിക്കുന്നത് ഈ ടോണിലാണ് എന്ന് സേതയ്ക്ക് മനസ്സിലാവുന്നേയില്ല. അയാൾ വെറും സാധാരണ ഒരു സിനിമാക്കാരൻ മാത്രമല്ല, ഇപ്പോൾ പാലക്കാട് MLA കൂടിയാണ് എന്ന് ഓർക്കുക. അപ്പോൾ ആ സ്ഥാനം കൂടി അയാൾ അത് പരിഗണിക്കേണ്ടതായിരുന്നു തീർച്ചയായിട്ടും. ഒരു പക്ഷേ അയാൾ വിചാരിച്ച് കാണില്ല ഇത് പുറത്തേക്ക് വരുമെന്ന്. ഇത് പുറത്തേക്ക് വന്നു. ഇത് പുറത്തേക്ക് വന്നത് ശ്വേത തന്നെ പുറത്താക്കിയതാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ശ്വേതയ്ക്ക് ഈ സംഭാഷണം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് യാതൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല, അവരായി അവരുടെ പാടായി. പക്ഷേ ഈ സംഗതി പുറത്തു വന്നു. അയാളൊരു വെറും സിനിമാക്കാരനായിരുന്നു, ഒരു മിമിക്രിക്കാരനായിരുന്നു എങ്കിൽ അയാളുടെ തനതായിട്ടുള്ള ശൈലി ഇതാണ് അയാളുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒഴിവാക്കി വിടാം. നമുക്കിതിനകത്ത് വലിയ റോളൊന്നുമില്ല. പക്ഷേ അയാൾ ഒരു ജനപ്രതിനിധിയാണ്. ജനങ്ങൾ അയാൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് MLA സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അയാൾ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. അയാൾ കുറേ കൂടി ഉത്തരവാദിത്തോടെ സംസാരിക്കണമായിരുന്നു. കാര്യം ശ്വേതാ മേനോൻ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത ഒരു രീതിയിലേക്കാണ് അയാൾ ആ സംഭാഷണം വഴിതിരിച്ചു വിടുന്നത്. നിങ്ങൾ അത് കേട്ട് കാണുമല്ലോ. എവിടെയാണ് ശ്വേതയോട് ചോദിക്കുമ്പോൾ ശ്വേത താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് പറയുന്നു. ഇന്നെന്താ പരിപാടി ചോദിക്കുമ്പോൾ ശ്വേത വളരെ സ്വാഭാവികമായിട്ട് പറയുന്നത് വൈകുന്നേരം എൻ്റെ ഭർത്താവ് വരും, മുംബൈയിൽ നിന്ന് വരും എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ മുതൽ പിഷാരടി വേറൊരു ടോണിൽ ചിരിച്ചു തുടങ്ങിയാണ്, ഒരു വഷളം ചിരിച്ചു തുടങ്ങിയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണോ ഇന്ന് ഭർത്താവ് വരുന്നുണ്ട്, അപ്പോൾ അതാണല്ലേ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ശ്വേത പറഞ്ഞു അതല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇച്ചിരി സമയം എടുത്തിട്ട് ശ്വേത പിന്നെ പറയുകയാണ് ഞാൻ പിഷു വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല എന്ന് പറയുമ്പോൾ അവർ തമ്മിൽ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടേക്ക് ശ്വേത പറഞ്ഞൊരു വാക്കും പിടിച്ചുകൊണ്ട് അയാൾ വേറെ ടോണിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ക്യാമറകൾക്ക് മുന്നിൽ, മൈക്കിന് മുന്നിൽ വലിയ ഫിലോസഫിയൊക്കെ അടിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പിഷാരടിയെ നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് അറിയാവുന്നത്. നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള ആംഗിളിൽ നിന്ന് അദ്ദേഹം ഈ തത്വജ്ഞാനമൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇയാൾ വെറും മിമിക്രിക്കാരനല്ല, ഇയാൾക്ക് കുറച്ച് അറിവുള്ള വ്യക്തിയാണ് എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ അയാൾ അടിസ്ഥാനപരമായിട്ട് ഒരു പാലക്കാട് MLA കഴിഞ്ഞ കുറേ കാലമായിട്ട് കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ കോഴിത്തരം, ആ കോഴിത്തരത്തിൻ്റെ ബാറ്റൺ അയാൾ കയ്യേന്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. പാലക്കാടുകാർ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ഇതുപോലുള്ള ഐറ്റങ്ങളെ തന്നെ ജയിപ്പിച്ച് വിടുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും നന്നായിരിക്കട്ടെ.